സാർ, ഈ തിരുമല ദേവസ്വത്തിൽ ഹിന്ദു നാമധാരിയായ ഒരാൾ ജോലിക്ക് കയറുകയാണ്. പക്ഷേ അയാളുടെ ഉള്ളിൽ ക്രൈസ്തവ മതവിശ്വാസത്തോടാണ് താല്പര്യമുള്ളത്. അതിൻ്റെ ചില നിലപാടുകളൊക്കെ അയാൾ സ്വീകരിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ ആരാധനാലയങ്ങളിലെ ദേവാലയങ്ങളിലൊക്കെ അതത് മതങ്ങളിൽ വിശ്വാസമുള്ള, ആരാധനാക്രമത്തിൽ വിശ്വാസമുള്ള ആളുകളെ അല്ലേ നിയമിക്കേണ്ടത്? ഈ ചിന്നിജി പറഞ്ഞ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസകരമാണ്. ആ മാന്യൻ്റെ പേര് രാജശേഖര ബാബു എന്നാണ്. രാജശേഖര ബാബു എന്ന ആൾ താൻ ഹിന്ദു മത ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവിടുത്തെ ജോലിക്ക് കയറിയത്. സത്യവാങ്മൂലം കൊടുത്തിട്ട്. പക്ഷെ അതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഈ ജോലിക്ക് കയറുന്ന സമയത്ത് ഈ ആന്ധ്രയുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട്, ആന്ധ്രയിൽ അന്ന് ആരാണ് ഭരിക്കുന്നതെന്നറിയാമല്ലോ. വ്യാപകമായ രീതിയിൽ ഈ പെൻറ്റക്കോസ്റ്റ് സഭക്കാരുടെ ഒരു ഒരു ആക്രമണം നടന്നിട്ടുള്ള പ്രദേശമാണ് ആന്ധ്ര. നമ്മുടെ ട്രഡീഷണൽ ചർച്ചുകളല്ല, പെൻറ്റക്കോസ്റ്റ് ചർച്ചുകൾ. അവർ ഈയലുകൾ വരുന്ന രീതിയിൽ ആ പ്രദേശത്ത് കയറി പ്രവർത്തിച്ചിരുന്നു. അതിന് അന്നത്തെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെയും സഹായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ തിരുമല ദേവസ്ഥാനത്ത് ധാരാളം പേര് അത്തരത്തിലുള്ളവരുണ്ടായിരുന്നു. അവരിപ്പോഴാണ് പിരിച്ചുവിട്ട് തുടങ്ങുന്നത്. പക്ഷെ അത് പ്രകടമായിട്ട് തന്നെ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചിരുന്നവർ, ക്രിസ്ത്യാനികളായിട്ടുള്ളവർ അവിടെ ജോലിക്ക് കയറുകയും ആ ക്ഷേത്രത്തിന് ഉള്ളിൽ ക്രൈസ്തവ ആചാരങ്ങൾക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നതൊരു വസ്തുതയാണ്. അതില്ലാതെയാക്കിയത് ഇപ്പോഴാണ്. അതിൻ്റെ തുടക്കക്കാരൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മറ്റേ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഗവൺമെൻറ്റാണ് അത് മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഇതിനിങ്ങനൊരു പശ്ചാത്തലമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ എല്ലാ ഞായറാഴ്ചയിലും പള്ളിയിൽ പോവുകയും പള്ളിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതുപ്രകാരം വീട്ടിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ പെൻറ്റക്കോസ്റ്റ് ചർച്ചിൻ്റെ ഒരു പ്രത്യേകതകളിൽ ഒന്നാണ് വീടുകളിൽ കയറി പ്രാർത്ഥന നടത്തുന്ന ഒരു രീതി. പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ അത് ഒരു പക്ഷെ അറിയാം. ഇവിടെ അത്ര ഫെമിലിയർ അല്ല. പക്ഷെ അത് തിരുവിതാംകൂറിൽ പല പ്രദേശങ്ങളുണ്ട്. ഇവർ രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ട് രക്ഷകനെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നൊരു വിഭാഗമാണ്. അവർ ഇപ്പം അത് പലതരത്തിലുണ്ട്. അവരിപ്പോൾ ഇപ്പോൾ ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റികളുണ്ടല്ലോ. ഇപ്പോൾ കത്തോലിക്ക മതം, ഓർത്തഡോക്സ് മതം, ജക്കോബൈറ്റ്, മാർത്തോമൈറ്റ്, ഇങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ആളുകളെ ഇവരുടെ സഭയിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ആൻഡോ ആൻ്റണിക്കൊക്കെ അതാണ് പ്രശ്നം സംഭവിച്ചത്. ആൻഡോ ആൻ്റണി MP അയാൾ യഥാർത്ഥത്തിൽ കത്തോലിക്കനല്ല എന്നും അയാൾ പെൻറ്റക്കോസ്റ്റുകാരനാണ് എന്നും കത്തോലിക്കർക്കിടയിൽ ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് വെച്ചിട്ട് അവർ പരാതി കൊടുത്തിരുന്നു. ആർക്ക്? സോണിയാഗാന്ധിക്ക് പരാതി കൊടുത്തു. കാരണം അതെ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണെങ്കിൽ ആൻഡോ ആൻ്റണിക്ക് അത് കൊടുക്കരുത്. അങ്ങനെയാണ് ആൻഡോ ആൻ്റണിക്ക് KPCC പ്രസിഡന്റ് പദം നഷ്ടപ്പെടുകയും സണ്ണി ജോസഫിന് കിട്ടുകയും ചെയ്തത് എന്നാണ് കേൾക്കുന്നത്. സത്യമാണോ എന്നുള്ള കാര്യം അന്വേഷിച്ചറിയേണ്ടതാണ്. എന്തായാലും ആൻഡോ ആൻ്റണിക്ക് പെൻറ്റക്കോസ്റ്റ് ചർച്ചുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അയാൾ അവിടെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നതെന്ന് വേണേൽ പറയാം, അല്ലേ? അതെ. അപ്പം ഇയാൾ ഇത് മുഴുവൻ മറച്ചു വെച്ചിട്ട് ഈ ശുദ്ധീകരണം നടത്തി ഇവരെല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് ഇയാളിത് മറച്ചു വെച്ചതിന് ശേഷവും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ കണ്ടെത്തിയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ ഇതിൽ ഉന്നയിക്കാവുന്നൊരു ചോദ്യം സിനുജി പറഞ്ഞത് തന്നെയാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അതിൽ വിശ്വാസമില്ലാത്ത, അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന് അതിൽ പ്രവേശനം കൊടുത്ത് അവരെ കൂടി ഇതിനകത്ത് പങ്കാളികളാക്കണോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അവരെ പങ്കാളികളാക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷേത്രങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ, ക്ഷേത്രങ്ങളെ പരിപാലിക്കാൻ നിയുക്തനാക്കപ്പെടുന്ന ഒരാൾ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം. അല്ലാത്തൊരാൾ ക്ഷേത്ര പരിപാലനത്തിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? ക്ഷേത്രം പരിപാലിക്കണമെങ്കിൽ ക്ഷേത്രം എന്തിനു വേണ്ടി ഉണ്ടാക്കി, ആ ക്ഷേത്രത്തിൻ്റെ സവിശേഷത എന്താണ്, അയാൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അത് നോക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കണ്ടേ? അതെ. അത് അറിയാൻ പാടില്ലാത്ത ഒരാൾ പോയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും?
അത് തെറ്റാണല്ലോ അത്. അതെ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യത്തിൽ ഒരു മുസ്ലിം ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ ആ മുസ്ലിം ഭരണാധികാരിക്ക് ആ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധ്യമേ അല്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബിംബാരാധനയും ബഹുദൈവ ആരാധനയും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിന് കടകവിരുദ്ധമായ കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവരെ വധിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ആരാധനാലയത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ഒരു പ്രവൃത്തിയും വയ്യാത്ത ഒരാൾ, അതിന് ഘടകവിരുദ്ധമായ വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന ഒരാൾ, അതിൽ അയാൾക്ക് ജോലി കൊടുക്കണം എന്നാണല്ലോ ഇവിടെ പുരോഗമനവാദികൾ പറയുന്നത്. അതെങ്ങനെ ശരിയാകും? ഒന്ന്. രണ്ട്, ഏത് അർത്ഥത്തിലാണ് ഈ ദേവസ്വം മന്ത്രിയായിട്ട് ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വാസം ഇല്ലാത്തൊരാൾ വരുന്നത്? അതെങ്ങനെ വരും? ദേവസ്വത്തിൻ്റെ തീരുമാനം എടുക്കുന്ന ആരാണ്? ഹിന്ദു ഭൂരിപക്ഷം MLA-മാരാണ് അല്ലേ? അതെ. അപ്പോൾ അവർ ഹിന്ദു നാമധാരികളാണ്. ഇപ്പോൾ എനിക്ക് സാമാന്യം നല്ല ആദരവുള്ള ഒരാളാണ് K. രാധാകൃഷ്ണൻ. പക്ഷേ ആ K. രാധാകൃഷ്ണൻ ദേവസ്വം ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K. രാധാകൃഷ്ണന് ദൈവത്തിലും ക്ഷേത്രത്തിലും ആരാധന അനുഷ്ഠാനത്തിലും വിശ്വാസമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആരാണ്? ഇപ്പോൾ വാസവനാണ്. വാസവൻ പരസ്യമായിട്ട് തനിക്ക് ക്ഷേത്രത്തിലും ദൈവത്തിലും ആരാധന അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുണ്ടെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ദൈവനാമത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞയും ചെയ്തിട്ടില്ല. ദൃഢപ്രതിജ്ഞയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിലും ആരാധനയിലും അനുഷ്ഠാനത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ഒരാൾ ക്ഷേത്രഭരണം ഏറ്റെടുക്കുന്നതിൽ അനൗചിത്യമുണ്ട്. അത് അങ്ങനെ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാൾ ക്ഷേത്രഭരണം ഏറ്റെടുക്കുന്നതാണ് മതേതരത്വം എന്നുണ്ടെങ്കിൽ ആ മതേതരത്വം വേണ്ട എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നത്? നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതെ. ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യർ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലും വിശ്വസിച്ചുകൊണ്ടിരിക്കെ അവർ പോയി ചെയ്യട്ടെ. നിങ്ങൾക്ക് അതിനകത്ത് വിശ്വാസമില്ല, പിന്നെ നിങ്ങൾ എന്തിനു ചെയ്യണം? അതിനകത്ത് ഇടപെടാതിരിക്കുക, മാറി നിൽക്കുക, അതല്ലേ മാന്യത. പക്ഷേ ഞങ്ങൾ മതേതരത്വത്തിൻ്റെ പേരിൽ ഇതിലെല്ലാം ഇതര മതസ്ഥർക്ക് കൂടി പങ്കാളിത്തം വരുന്നതാണ് മതേതരത്വം എന്നുള്ള കാഴ്ചപ്പാട് തീർത്തും തെറ്റാണ്. കാരണം ഒരു മതത്തിൽപ്പെട്ടവനെയും അയാൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു മതത്തിന് അനുകൂലമായിട്ട് നിൽക്കണമെന്ന് എങ്ങനെ പറയിപ്പിക്കാൻ പറ്റും? അത് പറ്റില്ല. അതൊരു വലിയ പ്രശ്നമല്ലേ? അത് നിൽക്കാറുമില്ല അവർ. ഇപ്പം ജിഹാദ് എന്നൊരു സങ്കല്പം ഹിന്ദു മതത്തിൽ എങ്ങുമില്ല, ഹിന്ദു വിശ്വാസത്തിലില്ല. ഒരുത്തരെ കൊല്ലണം എന്ന് പറയുന്നില്ല. പക്ഷേ ജിഹാദ് ഉള്ള മതങ്ങളുണ്ട്. പിന്നെ ഇതുണ്ട്, എന്താണ്? വിശുദ്ധനും പാപിയും. ഹിന്ദു ജീവിതത്തിൽ അങ്ങനെ വിശുദ്ധനും പാപിയും എന്ന് പറഞ്ഞാൽ രണ്ട് തരംതിരിവില്ല. പക്ഷെ ക്രൈസ്തവർക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ക്രൈസ്തവർക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കെ അതിൽ വിശ്വാസമില്ലാത്തൊരു ഹിന്ദു പോയിട്ട് പള്ളി പഠിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഭരിക്കാൻ പാടില്ല. ആ പള്ളിയിൽ പോയിട്ട് ഇദ്ദേഹം കുർബാന ചൊല്ലിയാൽ എങ്ങനെ ഉണ്ടാകും? ചെയ്യാൻ പാടില്ല. അതുപോലെ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ ഇടപെട്ട് ചെയ്യുന്നത് എങ്ങനെ ശരിയാകും? ശരിയായില്ലല്ലോ അത്. അതെ. അത് അടിസ്ഥാനപരമായിട്ട് തെറ്റാണത്. കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത് ശരിയായിരിക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സതിലില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സുകൂടിയാണ് അത് വേണ്ടേ? അതില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സുകൂടി അതിലില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലേക്ക് ഇതര മതസ്ഥരുടെ കടന്നുകയറ്റം അത് തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഇതേ തത്വം തന്നെയാണ് വാവരുടെ കാര്യത്തിലുള്ളത്. ഇവിടെ ചോദിക്കുന്നുണ്ട്, മുസ്ലിങ്ങളിൽ എത്ര പേര് വാവരെ കാണുന്ന മുസ്ലിങ്ങളിൽ എത്ര പേര് ശബരിമല അയ്യപ്പൻ? ഒറ്റാളും കാണില്ല, കാണാൻ പാടില്ല. കാരണം
ശബരിമല ശ്രീധർമ്മശാസ്താവ് ദൈവമാണെന്ന് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം ആ മുസ്ലിം പദവിയിൽ നിൽക്കാൻ യോഗ്യനല്ല, അയാളുടെ വിശ്വാസം അനുസരിച്ച്. അപ്പോൾ ഒരു പ്രശ്നം വരുന്നത്, വാവര് ഈ പറഞ്ഞ രീതിയിൽ അയ്യപ്പൻ്റെ സിദ്ധികളിലെല്ലാം വിശ്വസിച്ചിരുന്ന ഒരാളാണെങ്കിൽ വാവര് മുസ്ലിം അല്ല. വാവര് യഥാർത്ഥത്തിൽ മുസ്ലിം ആയിരുന്നു എങ്കിൽ അയ്യപ്പൻ്റെ ഈ കഴിവുകളിൽ വിശ്വസിച്ചിട്ട് അയ്യപ്പനെ ദൈവമായിട്ട് അംഗീകരിക്കുമായിരുന്നില്ല. പക്ഷെ പ്രചരിപ്പിക്കപ്പെടുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, അയ്യപ്പൻ്റെ സഖാവും അയ്യപ്പനെ ദൈവവുമായി കരുതിയിരുന്ന അയ്യപ്പൻ്റെ സഹായിയുമായ ഒരാളാണെന്നാണ് പറയുന്നത്. അതെ, അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങേർക്ക് അവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല. അപ്പോൾ മുസ്ലിങ്ങൾ അങ്ങോട്ട് പോവില്ല. പിന്നെ ഹിന്ദുക്കൾ ഇവിടെ കൊണ്ട് കാശ് കൊടുക്കുന്ന ആ കാശ് അവരെന്തിനാണ് വേണ്ടെന്ന് പറയുന്നതെന്നാണ് അവരുടെ ചോദ്യം. അതാണ് ഈ വാവര് സ്വാമിയുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. വാവർ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാൻ്റെ നിർദ്ദേശമനുസരിച്ച് ശരീഅത്ത് നിയമപ്രകാരം ഈശ്വര ആരാധന നടത്തുന്ന ഒരു സ്ഥലമാണ്. ആ ഈശ്വര ആരാധന നടത്തുന്ന സ്ഥലത്ത് മുസ്ലിം അല്ലാത്തവരുടെ പണം സ്വീകരിക്കാനും പാടില്ല. കാരണം അയാൾ കാഫിറല്ലേ, കാഫിറിൻ്റെ പണം. പക്ഷെ പണത്തിന് പിന്നെ കാഫിർ വ്യത്യാസം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് വാവര് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മതസൗഹാർദ്ദം, ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ പ്രച്ഛന്നവേഷ മത്സരമല്ല. ഒരു സ്വാമി ചെന്നിരിക്കുക, ഒരു പള്ളിയിലച്ചൻ വന്നിരിക്കുക, ഒരു മൊല്ലാക്ക വന്നിരിക്കുക, അവരെന്നിട്ട് 3 പേരും കൂടി ഇരുന്നിട്ട് അയ്യോ എവിടെ എല്ലായിടത്തും കണ്ട മതസൗഹാർദ്ദം ഒഴി നടക്കുന്നു എന്ന് പറയുന്ന പ്രച്ഛന്നവേഷ മത്സരമല്ല മതസൗഹാർദ്ദം. അപ്പം അതുകൊണ്ട് വാവരുടെ ക്ഷേത്രം സംരക്ഷിക്കപ്പെട്ടാൽ മാത്രം നിലനിൽക്കുന്നതാണ് ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിതമാണ്. അത് തമ്മിലൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ വാവരുടെ ക്ഷേത്രം സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രം സംരക്ഷിക്കപ്പെടണം. അത് ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്ന കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കണ്ടേ? ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ വാവര ആരാധിക്കുന്നത് തെറ്റാണ്. കാരണം അരൂപിയായ ദൈവത്തെ ഒഴികെ വേറെ ആരാധിക്കുന്നതും ദൈവവിരുദ്ധമായ കാര്യമാണ്, ദൈവനിന്ദയാണ്, അത് ശിക്ഷാർഹമാണ്. അപ്പോൾ ഈ പ്രശ്നമുണ്ട്. ഇതേ പ്രശ്നം വേറൊരു രൂപത്തിലാണ് ഇവിടെ വരുന്നത് എന്ന് മാത്രം. അതുകൊണ്ട് ഈ പ്രച്ഛന്നവേഷ മത്സരത്തിന് ആളെ ഒരുക്കിക്കൊണ്ടുവന്നിരുത്തുന്ന രീതിയിൽ ഒരു സന്യാസിയെയും ഒരു പള്ളിയിലച്ഛനെയും ഒരു മൊല്ലാക്കയെയും ഒരുമിച്ചിരുത്തിയിട്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ച് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മതസൗഹാർദ്ദം വെറും വച്ചുകെട്ട് മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.